കാരുണ്യം നമ്മുടെ മനസ്സിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ഞാൻ നിരവധി തവണ പറഞ്ഞാലും അൽ ആലമുൽ ഉമ്മ്, നമ്മുടെ മാതൃലോകം, മനുഷ്യ മനസ്സിന്റെ മാതൃലോകം എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ ലോകമാണെന്ന് പറഞ്ഞു. പക്ഷേ അത് നമ്മുടെ സ്വാർത്ഥതകൾ കൊണ്ട് മൂടി വെക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. സ്വന്തം ഇച്ഛകളുടെയോ താല്പര്യങ്ങളുടെയോ സ്വാർത്ഥതകളുടെയോ ഫലമായി മൂടി വെക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ആലമുൽ ഉമ്മ്, നമ്മുടെ ഹൃദയത്തിന്റെ അടിസ്ഥാന ലോകം, മാതൃലോകം കാരുണ്യത്തിൻ്റെതാണ്. എന്നിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു. ഒരു ഉമ്മക്ക് കുട്ടിയോട് കാരുണ്യമുണ്ടായത് എങ്ങനെയാണ്, സ്നേഹമുണ്ടായത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ആ കാരുണ്യം വരുന്നത്, എവിടെ നിന്നാണ് ആ കാരുണ്യം വരുന്നത്? അപ്പൊ അത് ഇവന്റെ ഉള്ളിലുണ്ട്, ഇത് പുറത്തെടുക്കണം എന്ന് പറഞ്ഞു. എന്നാലും പറഞ്ഞാൽ പറ്റൂല, ഒരു ഷെയ്ഖ് വേണം ഉസ്താദിയത്തിന്. എനിക്ക് ഇനിയും പറയാനുള്ളത് അതാണ്. നിങ്ങളുടെ ഇമാമും മുബീന്, നമ്മുടെ ഇമാമും മുബീന് നമ്മുടെ ബുദ്ധി തന്നെയാണ്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ദൂതനിരിക്കുന്നത്. ഇതും പറഞ്ഞു കൊടുത്താൽ അത് പറ്റൂലാണ്. 1400 കൊല്ലം മുമ്പ് അറേബ്യയിൽ നിന്നൊരു ദൂതൻ തന്നെ വേണമെന്ന്, അല്ലാതെ ശരിയാവൂല. 1400 കൊല്ലം മുമ്പ് അറേബ്യയിലെ ഏതോ ഒരു ഗ്രാമത്തിൽ നിന്നൊരു ദൂതൻ അറബി കിതാബുമായിട്ട് ഞങ്ങളെടുത്തേക്ക് വന്നാൽ തന്നെ ഞങ്ങൾക്ക് മാർഗദർശനം കിട്ടുള്ളൂ എന്നാ പറയുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ലോകത്തുള്ള മുഴുവൻ അറബിയും അനറബിയും അറബി ഭാഷയുടെ ABCD പോലും അറിയാത്ത ലോകത്തുള്ള മുഴുവൻ ആദിവാസിയും എല്ലാ മനുഷ്യരും ഈ അറബി കിതാബ് വായിച്ചു പഠിക്കണം. വായിച്ചു പഠിച്ചിട്ട് അവൻ ഈ കിതാബ് പറയുന്നതിനനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ അവനെ കാലാകാലം നരകത്തിലിട്ട് പൊരിക്കും. എന്നിട്ട് ആ അള്ളാഹു കാരുണ്യവാനാണെന്ന് പറയുകയും ചെയ്യാം. ഇവിടെ തന്നെ ഇത് പഠിച്ചവർക്ക് തന്നെ തർക്കത്തിലാണ്, അത് വേറെ കാര്യം. ഇത് പഠിച്ചവരെന്നെ ലോക തർക്കത്തിലാണ്. ഇങ്ങോട്ട് ഈ അലിഫ് എന്ന് ഉച്ചരിക്കാൻ അറിയാത്ത നിരവധി അനവധി കോടാനുകോടി മനുഷ്യന്മാർ ലോകത്ത് ജീവിച്ചിരിക്കുന്നു. ഈ ഭാഷ എന്താണ് പോലും അറിയാം. എന്നിട്ട് അവർ ഈ കിതാബ് വായിച്ചു പഠിച്ചിട്ട് മുസ്ലിമായി ജീവിച്ചിട്ടില്ലെങ്കിൽ അവരെ പരലോകത്ത് കൊണ്ടുപോയി കരിച്ച് പൊരിച്ച് കാലാകാലത്ത് വെണ്ണീറാക്കി എന്നാ മരിക്കാനോട്ട് വിടൂല്ല. അങ്ങനെയാക്കി. എന്താ ഇവൻ ചെയ്ത തെറ്റ്? ഏതോ ഒരു ഗ്രാമത്തിൽ ഏതോ ഒരാൾക്ക് ഏതോ ഒരു ഭാഷയിൽ, ഇവന് തിരിയാത്ത ഒരു ഭാഷയിൽ ഒരു കിതാബ് കൊടുത്തയച്ചിട്ട് അത് വായിച്ചു പഠിച്ച് മുസ്ലിമായി ജീവിച്ചിട്ടില്ലെങ്കിൽ ഇട്ട് പൊരിക്കുന്ന. ഞാൻ പറഞ്ഞു, ഓരോരുത്തരുടെയും ദൂതൻ അവന്റെ മനസ്സിലാണ്. ഇത് ആളുകൾക്ക് എന്താ മനസ്സിലാകാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു. ഞാനിപ്പോ നുണ പറയാൻ ഉദ്ദേശിച്ച, എന്തിനാ അൻസാരി ഈ ജനങ്ങളോട് നീ നുണ പറയണമെന്ന് എന്റെ മനസ്സിൽ നിന്ന്, എന്റെ ഉള്ളിൽ നിന്ന് വിളി എന്നോട് പറയും. എന്റെ ദൂതൻ എന്നോട് പറയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്തിനാ ആരാന്റെ പൈസ കക്കാൻ പോണം? എന്താ അതുകൊണ്ട് എനിക്ക് കാര്യം? നീ അന്ന് വരുമ്പോഴും കൂടിയും പറഞ്ഞു അല്ലേ, 50,000 എത്ര കോടിക്കണക്കിന് ആളുകൾ രൂപ കട്ടുകൊണ്ടേ വിദേശത്ത് പോയി. ഇങ്ങോട്ട് അവിടുന്ന് ഒരു ഫോട്ടോ ഇടുക, ഒരു 5-6 പെണ്ണുങ്ങൾ കുറച്ച് മദ്യക്കുപ്പി, ഇത്രേ ചെയ്യാനുള്ളൂ. എത്ര കോടി കട്ടാലും ആൾക്കാർക്ക് ചെയ്യാനുള്ള പണി അതാണ്. മൂപ്പര് ഇവിടുന്ന് കട്ടുകൊണ്ടുപോയി ചിത്രം പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് എന്താ? കുറച്ച് പെൺകുട്ടികളും കുറച്ച് കള്ളിന്റെ മദ്യത്തിന്റെ കുപ്പികളും. ഇതേ ചെയ്യാനുള്ളൂ. അതിനാണ് ഈ കോടികൾ ഇതിന്റെ പിന്നാലെ ഓടുന്നത്. എവിടേക്കായി ഓടുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ ഒരു ചിന്ത മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ദൂതനും പിശാചും തമ്മിൽ, ശൈത്താനും ദൂതനും തമ്മിൽ നല്ല അതുവിലാണ്. അതുവ് എന്ന് പറഞ്ഞ ശത്രു എന്നല്ല, ഓട്ടത്തിലാണ്. അതുവ് എന്ന് പറഞ്ഞ ശത്രു എന്നല്ല കേട്ടോ. അതുവ് എന്ന് പറഞ്ഞാൽ തസാബുക്കുന്നാണ്, ഓടുക, ആര് മുൻകടക്കുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ അതുവ് എന്ന് പറഞ്ഞ ശത്രു അല്ല, നിങ്ങൾ പോയി നോക്കിക്കോളി, ലുഗത്തുൽ അറബന്നെ നോക്കിക്കോളി, ലിസാനുൽ അറബ് നോക്കണ്ട. അതുവ് എന്ന് പറഞ്ഞാൽ മത്സരിച്ചോടുകയാണ്, അവൻ തസാബുക്കാണ്. പിശാജ് നമ്മുടെ മുന്നിൽ കിടക്കാൻ നോക്കുകയാണ്. അതാണ് പിശാജ് നമ്മുടെ അതുവാണെന്ന് പറഞ്ഞാൽ. നമ്മിലെ മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും ദൈവികതയുടെയും അപ്പുറത്തേക്ക് പിശാജ് ഓടിയെത്താനുള്ള ശ്രമമാണ്. അത് ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെയും ഉള്ളിലാണെന്ന് പറഞ്ഞു. അല്ല, അതൊരു പ്രത്യേക ജീവി തന്നെയാണെന്ന് പറഞ്ഞു.